أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബയ്യിന 6-ാം വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അനുസരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്ര മാനസനുമായി അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല. അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം. ഈ ആയത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. ഇതിൽ ഹുനഫാ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. അതായത് എല്ലാ നന്മകളിലും സ്ഥിരചിത്തരായി നിലകൊള്ളുക എന്നതാണ് ഹുനഫാ എന്നതുകൊണ്ട് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നു, വയുഖീമുസ് സ്വലാത്ത. ഇതിൻ്റെ അർത്ഥം കേവലം ആരാധന നടത്തുക എന്നത് മാത്രമല്ല. കാരണം ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകമായി ഇബാദത്ത് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യം തന്നെ ഉദിക്കുന്നില്ല. എന്തെന്നാൽ വളരെ വിശദമായി ഇബാദത്തിനെ സംബന്ധിച്ച് ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന എന്ന പദത്തിൽ വിവരിച്ചിരിക്കുന്നതിനാൽ ഇബാദത്തിനെ സംബന്ധിച്ച് വ്യക്തമായ നിലയിൽ വിശദീകരിച്ചതിന് ശേഷം വീണ്ടും യുഖീമുസ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് മറ്റൊരർത്ഥത്തിലാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുക അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുക എന്ന കേവല അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ പല ഖുത്ബകളിലും പ്രസംഗങ്ങളിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുമാണ് നമസ്കാരം നിലനിർത്തുക എന്ന് വെച്ചാൽ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇഖാമത്തി സ്വലാത്ത് എന്നതിൻ്റെ ഒരർത്ഥം പറഞ്ഞിരിക്കുന്നത് മുഅ്മിൻ തൻ്റെ നമസ്കാരത്തെ കൂടെ കൂടെ നിലനിർത്തുന്നതായിരിക്കും എന്നാണ്. അതായത് നിസ്കാരം വീണുപോകുമ്പോൾ അതിനെ നിലനിർത്തുന്നു, വീണ്ടും വീണുപോകുന്നു, വീണ്ടും നിലനിർത്തുന്നു, വീണ്ടും വീണുപോകുന്നു, വീണ്ടും നിലനിർത്തുന്നു. ഇങ്ങനെ തുടർച്ചയായി ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമസ്കാരത്തിൽ അയാൾ തേങ്ങലുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ മാറുമ്പോഴെല്ലാം തൻ്റെ നമസ്കാരത്തെ ശരിയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധിക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്നു. യുഖീമൂന സ്വലാത്ത് എന്നതിന് ഇങ്ങനെ ഒരർത്ഥമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിൽ ഈ അർത്ഥമെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം യുഖീമുസ് സ്വലാത്ത് എന്ന് വന്നതിനാൽ ഇവിടെ വേറെ ചില അർത്ഥങ്ങളാണ് ഈ ആയത്തിൽ യോജിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നമസ്കാരം നിലനിർത്തുക എന്നാൽ ലോകത്ത് നമസ്കാരത്തെ ഒരു സമ്പ്രദായമാക്കുക എന്നതാണ്. അതായത് വിശ്വാസികൾ സ്വയം നമസ്കരിച്ചാൽ പോരാ, മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ മറ്റുള്ളവരെയും നമസ്കാരക്കാരാക്കേണ്ടതുണ്ട്, അവരെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, നമസ്കാരത്തിൽ കൂടുതൽ അഭിരുചി ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും നിരന്തരം നമസ്കാരക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നാൽ ലോകത്ത്
വളരെ ശക്തമായ നിലയിൽ നമസ്കാരത്തിൻ്റെ സമ്പ്രദായം നിലവിൽ വരും. ഇതാണ് ഇഖാമത്തി സ്വലാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.